ടാമ്പറിങ്ങിന്റെ ഡെഫിനിഷൻ എന്താ, ഇപ്പോഴത്തെ റൂൾസ് വെച്ച് എന്താന്ന്, പുറമേ നിന്നുള്ള ഒരു വസ്തു വെച്ചിട്ട് ഇതില് അപ്പൊ അതിപ്പോ മണ്ണായാലും സാൻഡ് പേപ്പർ ആയാലും മറ്റേ കൊക്കക്കോള ബോട്ടിലിന്റെ ഇത് ക്യാപ്പ് ആയാലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ വേർപ്പോ തുപ്പലോ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ഇപ്പൊ പാൻസിൽ സിപ്പറോ അതിലൊന്നും ഉരയ്ക്കാൻ പാടില്ല എന്ന്. പക്ഷെ അതൊക്കെ ചെയ്യാറുണ്ട് കളിക്കാര്. അപ്പൊ അവർക്ക് പറ്റണത്രയും. ചിലപ്പോ ആരും നോക്കാത്തപ്പോ ബൂട്ട് വെച്ചിട്ട് തന്നെ മേതെ അറിയാതെ ഒന്ന് ചവിട്ടിന്ന് പോലെ ഒക്കെ ആക്കും. വൈറ്റ് പാൻസിന്റെ ഇവിടെ എങ്ങനെ കളർ ഉണ്ടാവുമല്ലോ എപ്പോഴും? അതെ, അത് ചുവന്ന ബോളാവും. പിന്നെ ഇതില് വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്വിങ് വരാൻ കാരണം ഇതിപ്പോ ബോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ശരിക്കുള്ള ഒരു ഗോളല്ല. മറ്റേ ടേബിൾ ടെന്നീസ് ബോളോ മറ്റേ സ്നൂക്കർ ബോളൊക്കെ എടുത്താൽ അതൊരു പെർഫെക്റ്റ് ഗോളാണ്. ഇത് ഈ സീം ഉള്ളത് കാരണം സാധ്യതകൾ പലതാണ്. അതെ, ഇപ്പൊ വസീം അക്രമിനോട് ചോദിച്ചാൽ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് തന്നെ അറിയില്ല ബോൾ ഏത് വഴിയാ പോവാ. പക്ഷെ അത് ബോളിന്റെ നേച്ചർ അങ്ങനെയാണ്, നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ വേറെ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ബോൾ പോകുന്നത്. അപ്പൊ അതാണ് അത് ക്രിക്കറ്റ് ബോളിന്റെ ഒരു ബ്യൂട്ടിയാണ് അത്. അപ്പൊ ഇത് ദിലീപ് പറയുന്നത് ഇത് കളിയുടെ ഒരു സൗന്ദര്യമാണെന്നാണോ? അതെ, എനിക്ക് റിവേഴ്സ് സ്വിങ് കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിലത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സൈറ്റ് ഈ സ്റ്റംപ്സ് ഷാറ്റേഡ് ആവുന്നതാണ്. ഒരു ഫാസ്റ്റ് ബോളർ വന്നിട്ട് എറിഞ്ഞിട്ട്